to our channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് ലുക്കാണ്. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ടാഗ് വീഡിയോ പോലെയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഒരു ടാഗ് വീഡിയോ പോലെ ചെയ്തില്ലേ, അത് സെയിം അതുപോലത്തെ ഈ ക്രിസ്മസിനും ചെയ്യുന്നത്. പക്ഷെ ഇതിന് കളറൊന്നുമില്ല, കുറച്ച് എന്താ പറയുക ട്രെൻഡി, കുറച്ചൊരു മോഡേൺ ലുക്കായിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു മോഡേൺ ടച്ചല്ലേ വരിക. അപ്പോൾ ഒരു ക്രിസ്മസിൻ്റെ ഒരു എന്താ പറയുക കുറച്ച് ഹെവി മേക്കപ്പ് ഒക്കെ കൊടുത്തിട്ട് ഒരു മോഡേൺ ടച്ചുള്ളൊരു ലുക്കാണ് വേണ്ടത്. ഞാൻ ഇന്നിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും സെയിം കുറച്ചൊരു ഹെവി ആയിട്ട് ഒരു മോഡേൺ ടച്ച് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ലുക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇതുവരെ എന്നെ നിങ്ങൾ ഇതേപോലെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് ചേരുന്നുണ്ടോ ചേരുന്നില്ലേ എന്ന് എനിക്കൊരു സംശയമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം, ചേരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ ഈ ഒരു ടാഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തൊട്ടേ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു 7 മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ്, ഒരു കുട്ടി ഗ്രൂപ്പാണ്. ഞങ്ങൾ എപ്പോഴും വിളിക്കാറൊക്കെ ഉണ്ട്, സംസാരിക്കാറൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. ഭയങ്കര തിക്കായിട്ടുള്ള ഫ്രണ്ട്സ് മാതിരാണ്. അപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. എല്ലാ ചേച്ചിമാരുടെ ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. പ്ലസ് അവരുടെ വീഡിയോ കൂടി കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഒട്ടും ലേറ്റ് ആക്കണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫേസ് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആക്കാം. അതിന് വേണ്ടിയിട്ട് ആബ്സ്ക്യൂട്ട്നെസ്സിൻ്റെ റോസ് വാട്ടർ ടോണറാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഫേസിൽ. എന്നിട്ട് അത് തന്നെ അബ്സോർബ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഞാൻ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ ഐബ്രോസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ആഷ് ബ്രൗൺ ഷെയ്ഡിലുള്ള ഐബ്രോ കിറ്റാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വേറെ ഒരു ഐബ്രോ പ്രോഡക്ട്സും യൂസ് ചെയ്യാറില്ല. ഇത് എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. നമ്മുടെ ഒരു നാച്ചുറൽ ഫിനിഷ് നമ്മുടെ ഐബ്രോസിന് കിട്ടും. അപ്പോൾ ഞാനിത് ഐബ്രോസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സ്പൂല് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഐബ്രോസും നല്ല ഭംഗിയായിട്ട് ഇരിക്കും. പിന്നെ ഇത് ഷുഗറിൻ്റെ ഫൗണ്ടേഷനാണ് 30 ഷെയ്ഡിലുള്ളത്. ഇത് നമുക്ക് ഷെയ്ഡൊന്നും പ്രശ്നമില്ല, കാരണം നമുക്ക് ഐ ഷാഡോ ഇടാൻ വേണ്ടിയിട്ട് ഒരു ബേസിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഷെയ്ഡൊന്നും പ്രശ്നമില്ല. ലൈറ്റ് ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിലും നോ പ്രോബ്ലം. അപ്പോൾ ഇത് കണ്ണിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനൊരു ബ്യൂട്ടി സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പ്രോപ്പർ പ്ലേസിലിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എസ്ക്യൂടെ ഐ ഷാഡോ പാലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലെ ബ്ലാക്ക് ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത്. ഇത് അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആണ്, ചെറിയ ഗ്ലിറ്റേഴ്സ് ഓൾസോ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ക്രീസ് ലൈൻ കട്ട് ചെയ്യാണ്. അതിനുശേഷം ഒരു ബ്ലെൻഡിങ് ബ്രഷ് യൂസ് ചെയ്തിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഇങ്ങനെ ക്രീസ് ലൈൻ കട്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കണ്ണിൽ യൂസ് ചെയ്യുന്ന ഐ ഷാഡോ, നമ്മൾ ലിഡിലിടുന്ന ഐ ഷാഡോ നന്നായിട്ട് എടുത്ത് കാണും. അതുപോലെ തന്നെ കണ്ണിനൊരു എന്താ പറയുക ഒരു ഡെഫിനേഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുക. പിന്നെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ബ്ലെൻഡിങ് കറക്റ്റായിട്ട് ചെയ്യുക, ഒന്നും ഇങ്ങനെ ഹാർഷായിട്ട് നിൽക്കരുത്, നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം. പിന്നെ ഞാൻ ഐലിഡ്സിൽ മാത്രം ഒന്നും കൂടി കൺസീൽ ചെയ്യുന്നുണ്ട്, കാരണം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഐ ഷാഡോസ് നന്നായിട്ട് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മുടെ ഐലിഡ്സിലൊരു ബ്ലാക്ക് കളറില്ലേ, അപ്പോൾ ആ ബ്ലാക്ക് കളർ ഉണ്ടാകുമ്പോൾ കറക്റ്റ് ആ ഒരു ഐ ഷാഡോയുടെ കളർ എന്താണോ അത് പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺസീലർ വച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു ചെറിയ ട്രാൻസ്ലൂസൻ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഈ ഒരു പാലറ്റ് ആ ഒരു ഗോൾഡൻ ഷെയ്ഡും ആ ഒരു റെഡ് ഷെയ്ഡും ആണ് ഞാൻ എടുക്കുന്നത്. ഇതൊരു കോപ്പർ ഗോൾഡാണ് കേട്ടോ, കോപ്പർ ഗോൾഡ് കളറാണ്. ഇത് ഞാൻ ഇന്നർ കോർണറിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്ത് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ നമ്മുടെ കൈ കൊണ്ട് തന്നെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കറക്റ്റ് പിഗ്മെൻറ്റേഷനും കിട്ടും, നല്ല രസമായിട്ടും ഉണ്ടാവും. പിന്നെ ഞാൻ ആ ഒരു റെഡ് കളർ എടുത്തിട്ട് അത് ഔട്ടർ കോർണറിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് പ്ലേസ് ചെയ്യുന്നത്. പക്ഷേ ഞാനിത് ഉദ്ദേശിച്ച അത്ര ഡാർക്ക് കളർ അല്ലായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഡാർക്ക് ഗ്ലിറ്ററി ഐസ് കൊടുക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എൻ്റെ ഐ ഷാഡോ പാലറ്റിൽ ഗ്ലിറ്ററി റെഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഗോൾഡും റെഡും കൂടെ മിക്സ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് ഔട്ടർ കോർണറിൽ വെച്ചിട്ട് പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആ നടുക്കുന്ന ഒരു ലൈൻ വരില്ല, നമ്മളിപ്പോൾ ഗോൾഡും റെഡും കൊടുത്തിരിക്കണം എൻ്റെ നടുക്കായിട്ട്. അപ്പോൾ അവിടുത്തെ ആ ഒരു ഹാഷ് ലൈൻ ഇല്ലാണ്ടിരിക്കാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ കൈ കൊണ്ട് തന്നെ എടുത്ത് പ്ലേസ് ചെയ്യുന്നുണ്ട്. എന്താ ഇച്ചിരി കൂടി ഡാർക്ക് കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ട് കൈ കൊണ്ട് തന്നെ എടുത്ത് പ്ലേസ് ചെയ്ത് വെക്കുന്നുണ്ട് കണ്ണിൻ്റെ ഔട്ടർ കോർണറിലെ റെഡ് കളർ. എന്നിട്ട് ഞാൻ നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നല്ല പ്രോപ്പർ രീതിയിൽ ബ്ലെൻഡ് ചെയ്യുക. ആ ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് ഐ ഷാഡോയുടെ ആ ഒരു ഭംഗി ഉണ്ടാവും. ആ ഒരു ലൈനൊന്നും ഇല്ലാണ്ട് നല്ലൊരു നാച്ചുറൽ ഒരു ഫിനിഷ്ഡ് ലുക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ 2 കണ്ണും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 കണ്ണും ഫൈനലായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ ഞാൻ മോയ്സ്ചറൈസറിൻ്റെ പകരമായിട്ട് ഇറ്റേണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈറ്റനിങ് ഓയിലാണ് ഇത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ലൈറ്റനിങ് ആണോന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഈ ഓയിൽ ബേസായിട്ട് മോയ്സ്ചറൈസറിന് പകരം അപ്ലൈ ചെയ്യാണ്. എന്നിട്ടൊരു ചെറിയൊരു മസാജും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര ഒരു നോൺ സ്റ്റിക്കി ഓയിലാണ്.
പിന്നെ ഇത് ലാക്മേയുടെ അബ്സല്യൂട്ട് പ്രൈമറാണ്. ഇതൊരു റോസ് കളറുള്ള ഒരു പ്രൈമറാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ പോഴ്സുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട്, എപ്പോഴും നമ്മൾ എന്ത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫേസിൻ്റെ ടീ സോണിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ബാക്കിയുള്ളിടത്തോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ നന്നായിട്ടത് എന്താ കേട്ടോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഫൗണ്ടേഷനായിട്ട് ഇവിടെ എടുക്കുന്നത് മെയ്ബിലിൻ്റെ ടോഫി ഫിറ്റ് മീ റേഞ്ചിലുള്ള ടോഫി എടുക്കുന്നുണ്ട്. പിന്നെ മെയ്ബിലിൻ്റെ സൂപ്പർ സ്റ്റേ ഗോൾഡനും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ ഒരു ബ്രഷ് എടുത്തിട്ട് ഞാൻ കവിളിൽ അപ്ലൈ ചെയ്യുകയാണ്. ഫുൾ ഫേസ് ഞാൻ ഫൗണ്ടേഷൻ ഇടാറില്ല കേട്ടോ. 2 കവിളിൽ ഇട്ടിട്ട് പിന്നെ ഫുൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. അല്ലെങ്കിൽ ഭയങ്കര ലൈൻസ് വിയർക്കുമ്പോൾ ലൈൻസ് വരും നെറ്റിയുടെ അവിടെ, സ്മൈൽ ലൈൻസിൻ്റെ അവിടെയൊക്കെ. അപ്പോൾ ഞാൻ കവിളിൽ ഇട്ടിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാണ്. ഡാബ് ആയിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ അല്ലെങ്കിൽ സ്പഞ്ച് യൂസ് ചെയ്ത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫിനിഷ്ഡ് ലുക്ക് കിട്ടും. പിന്നെ ഇതെൻ്റെ ഫേസിന് അത്യാവശ്യം നല്ല മാച്ചിങ് കളറാണ് കേട്ടോ. എൻ്റെ നെക്കുമായിട്ട് കമ്പയർ ചെയ്ത് നെക്കിന് ഓൾറെഡി എനിക്ക് ഇത്തിരി ഡാർക്ക് നെക്സാണ് എനിക്കുള്ളത്. ഫേസ് മാത്രമാണ് ബ്രൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഫേസിന് ഈ ഒരു കളർ മാച്ചിങ് ആണ്. ഒരു ഇത്തിരി ലൈറ്റ് ആണെങ്കിലും ഓക്സിഡൈസ് ആകുമ്പോൾ അത് കറക്റ്റ് കളറാവും. പിന്നെ നമ്മൾ ഇന്നത്തെ മേക്കപ്പിൽ കോണ്ടോറും ഹൈലൈറ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതേ കണ്ണിൻ്റെ അടിയിലും ഞാനൊരു കൺസീലറിന് പകരമായിട്ട് ഈ സെയിം ഫൗണ്ടേഷൻ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ റെസ്റ്റ് ഉള്ളത് ഞാൻ കഴുത്തിലും കൂടി ഇടാറുണ്ട്. ഞാൻ കഴുത്തിൽ അങ്ങനെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാറില്ല. അതാണ് എനിക്ക് അത്ര ഇഷ്ടമില്ല കഴുത്തിൽ ഫൗണ്ടേഷൻ ഇടുന്നത്. പക്ഷേ ഇതിപ്പോൾ ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാലും ഡിഫറെൻറ്റ് കളറായിരിക്കും. കാരണം നെക്ക് ഓൾറെഡി ഡാർക്കും ഫേസ് ഇച്ചിരി ബ്രൈറ്റും. അപ്പോൾ പിന്നെ 2 ഫൗണ്ടേഷൻ യൂസ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ഞാൻ നന്നായിട്ടൊരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത്, ഏറ്റവും കൂടുതൽ നമ്മൾ ഈ മേക്കപ്പ് യൂസ് ചെയ്യുമ്പോഴേക്കും ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് ബ്ലെൻഡിങ്ങിലാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ബ്യൂട്ടി സ്പഞ്ച് നനച്ചിട്ടുള്ളതാണെങ്കിൽ ഈ ബ്രഷിനെക്കാട്ടിലും സ്പഞ്ച് ഒന്നുകൂടി ബെറ്റർ ആവുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മുടെ സ്കിന്നിൽ ആവശ്യമില്ലാത്ത ഫൗണ്ടേഷൻ സ്കിന്നിൻ്റെ പുറമേ ഉണ്ടെങ്കിൽ ഈ ബ്യൂട്ടി ബ്ലെൻഡർ അത് അബ്സോർബ് ചെയ്തെടുക്കും. പിന്നെ ഷുഗറിൻ്റെ ട്രാൻസ്ലൂസൻറ്റ് പൗഡർ എടുത്തിട്ട് ഞാൻ കണ്ണിനടിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം ആ ഒരു ബ്യൂട്ടി സ്പഞ്ച് യൂസ് ചെയ്തിട്ട് പിന്നെ ഒരു ബ്രഷ് എടുത്തിട്ട് ഫേസ് വെറുതെ ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എന്താ പറയുക ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എസ്ക്യൂടെ കോണ്ടോർ കറക്റ്റ് പാലറ്റാണ് യൂസ് ചെയ്യണത്. ഇതിനകത്തുള്ള നടുക്കത്തെ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് അതൊരു ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഓറഞ്ച് എന്നും പറയാൻ പറ്റില്ല, അതിൻ്റെ മിഡിലിൽ നിൽക്കുന്ന ഒരു കളറാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ നോസ് കോണ്ടോർ ചെയ്യുന്നുണ്ട്. എനിക്ക് നോസ് കോണ്ടോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമുക്ക് നീണ്ടിട്ടുള്ള മൂക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നോസ് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഫേസസ് കാനഡയുടെ ഹൈലൈറ്ററാണ്. ഇത് യൂസ് ചെയ്തിട്ട് മൂക്കും അതുപോലെ തന്നെ നമ്മുടെ ചീക്ക് ബോൺസും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഫേസ് ഹൈലൈറ്റ് ചെയ്യാൻ അത്ര ഇഷ്ടമില്ല, പക്ഷേ ഇന്നത്തെ മേക്കപ്പ് ലുക്കിൽ അത് അത്യാവശ്യമായതുകൊണ്ട് ഞാൻ ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ ഇതേ നമ്മൾ അപ്ലൈ ചെയ്ത കോണ്ടോർ ഞാൻ കൈകൊണ്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്യാണ്. അപ്പോൾ മൂക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും. എനിക്ക് അതുകൊണ്ട് ഇഷ്ടമാണ്. ഇത് ലാക്മിയുടെ ബ്ലഷാണ്. നമ്മൾ ബ്ലഷ് യൂസ് ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ലുക്ക് മാറി കിട്ടാനാണ്. നമ്മൾ വെറുതെ ബേസ് മാത്രം ഇടുമ്പോൾ ഫേസിനൊരു ജീവൻ ഉണ്ടാവില്ല. ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലഷ് യൂസ് ചെയ്യുക. കണ്ടോ, ബ്ലഷ് ഇടുമ്പോൾ ഫേസ് അങ്ങ് മാറി ഒരു ഫേസിനൊരു ജീവൻ വരും. നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഫേസിലിട്ട് നോക്കാൻ തോന്നും. പിന്നെ ഇത് ഷുഗറിൻ്റെ കോണ്ടോറാണ്, ചെറിയ കോണ്ടോർ കിറ്റാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് ഫേസിനൊരു ഡയമെൻഷൻ കൊടുക്കുകയാണ് നമ്മൾ കോണ്ടോർ ചെയ്യുന്ന ഏരിയാസിൽ. പക്ഷേ ഇത് ഹെവി കോണ്ടോർ അല്ല, വെറുതെ ഒരു വാം ലുക്ക് വരും. ഫേസിനൊരു വാംത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഞാനിത് മെയ്ബിലിൻ്റെ കാജലാണ്. ഇത് യൂസ് ചെയ്തിട്ട് ഔട്ടർ കോർണറിൽ, നമ്മുടെ കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ വരച്ചിട്ട് ഇന്നർ കോർണറിലോട്ട് ഇത്തിരി സ്പ്രെഡ് ചെയ്ത് കൊണ്ടിരുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കണ്ണ് ഒന്ന് ഇത്തിരി വലുതായിട്ടുള്ള പോലെ ഫീൽ ചെയ്യും. പിന്നെ ഇത് കലാബാറിൻ്റെ ഐലൈനറാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു ലൈൻ വരയ്ക്കാണ്. ബോൾഡ് ലൈനൊന്നുമല്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ലൈനാണ് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഐലൈനർ എഴുതുമ്പോഴാണ് ഒരു സംതൃപ്തിയുള്ളൂ. പിന്നെ ഞാൻ ആ ഒരു റെഡ് കളറ് കണ്ണിൻ്റെ അടിയിലോട്ടും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ കളറ് കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ ഇത്തിരി കൂടി കയറ്റി വരച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണിന് ഒരു ഫിനിഷ്ഡ് ലുക്ക് ഉണ്ടാവും. പിന്നെ ഞാൻ മസ്കാരയ്ക്കായിട്ട് ഈ ഒരു മസ്കാരയാണ് യൂസ് ചെയ്യണത്. ഇത് ലാക്മിയുടെ മസ്കാരയാണ് യൂസ് ചെയ്യണത്. അത് നമ്മൾ നോർമലി നമ്മുടെ കൺപീലിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണിൻ്റെ മേലെയും അതുപോലെ താഴെയും അപ്ലൈ ചെയ്യുന്നുണ്ട്. ലോങ് ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ കൺപീലിയുടെ മുകൾ വശത്തുനിന്നും താഴെ വശത്തുനിന്നും ഈക്വലി ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലതായിട്ട് കിട്ടും. പിന്നെ കൈ കൊണ്ടൊന്ന് വിടർത്തി കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോംബോ നമ്മുടെ സ്പൂൾ യൂസ് ചെയ്തിട്ടൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കുക. പിന്നെ ഇത് ലോറിയലിൻ്റെ ഡേഞ്ചർ എന്ന് പറഞ്ഞ ഷെയ്ഡാന്ന് തോന്നുന്നു. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാൻ ആദ്യം ബേസ് കൊടുക്കുകയാണ്. ഞാൻ ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്തില്ലല്ലോ, അപ്പോൾ ഇതൊരു മോയ്സ്ചറൈസർ പോലെ ഇടുകയാണ്. പിന്നെ അതിൻ്റെ മേലേക്കൂടെ ഈ ഒരു ഷുഗറിൻ്റെ ഇത് ലിപ്സിൻ്റെ നടുക്ക് അപ്ലൈ ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്.
നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ്, കംഫർട്ടബിൾ ആണ് നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇത് ഞാൻ ഒരു നെക്ക് പീസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മുംബൈ പോയപ്പോൾ വാങ്ങിയതാണ്. ഇത് ഞാൻ ഇട്ടിട്ടില്ല, ഈ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് അമ്മുൻ്റെ ആണ് കേട്ടോ. അമ്മുൻ്റെ ക്രിസ്മസ് സെലിബ്രേഷന് വാങ്ങിയിട്ടുള്ള ടോപ്പാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും കൂടെ പറയാം. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഫോളോ ചെയ്യാൻ എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്റ്റീവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ അവിടെ ഉള്ള ആളുകളാണെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് എല്ലാത്തിൻ്റെ ലിങ്ക്സും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ see you. Happy Christmas, advance ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ടാറ്റാ.